ഹെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഐ ആം ഹിയർ. നമ്മൾ ഇന്ന് ബയോകെമിസ്ട്രിയിലേക്ക് പോവുകയാണേ. എന്താണ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസ്, അതാണ് നമ്മൾ ഈ ബയോകെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലേ. ബയോകെമിസ്ട്രി ഡീൽസ് വിത്ത് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേരിയസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഒക്കറിങ് ഇൻ ആൻ ഓർഗാനിസം ആണല്ലോ. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്, സെറം പോകാറുണ്ട് ബയോകെമിസ്ട്രി ലാബിലേക്ക്. CSF, യൂറിന്, ബ്ലഡ്, പ്ലാസ്മ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബയോകെമിസ്ട്രി ലാബിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സാമ്പിൾസ് ആണല്ലോ. ഇതിൻ്റെ റിസൾട്ടും അതിൻ്റെ റെഫറൻസ് റേഞ്ചും ഒക്കെ ആയിട്ട് നോക്കിയിട്ട് ഏതെങ്കിലും ഓർഗൻ എന്തെങ്കിലും ഫെയിലർ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോകെമിസ്ട്രി ലാബ് പൊതുവായിട്ട് പ്രിഫർ ചെയ്യുന്നത് ആണല്ലോ. ഇനി അടുത്തത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് കെമിക്കൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടോക്സിക് കെമിക്കൽസ് ഏതൊക്കെയാണെന്നും അങ്ങനെ നമ്മൾ കൊറോസീവ് കെമിക്കൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടെ പറയുന്നത് കെമിക്കൽസിനെ പ്യൂരിറ്റി അനുസരിച്ച് ലബോറട്ടറി ഗ്രേഡ് കെമിക്കൽസും ഉണ്ട്, അനലിറ്റിക്കൽ ഗ്രേഡ് കെമിക്കൽസും ഉണ്ട് കേട്ടോ. ഓക്കെ, ലബോറട്ടറി ഗ്രേഡ് കെമിക്കൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാധാ ലാബിൽ ഉപയോഗിക്കുന്നതാണ്. LR ബാർ GR എന്നവിടെ കൊടുത്തിട്ടുണ്ട്. AR ബാർ അനലർ അഥവാ അനലിറ്റിക്കൽ ഗ്രേഡ് റിയേജൻസ് എന്ന് പറയുന്നത് ദാറ്റ് ആർ കെമിക്കൽസ് ഓഫ് ഹൈ പ്യൂരിറ്റി യൂസ്ഡ് ഫോർ അഡ്വാൻസ്ഡ് ലബോറട്ടറി പ്രൊസീജിയേഴ്സ്. ഓക്കെ അല്ലേ. Then, chemicals can also be classified into primary standards which are available in pure crystalline form and do not absorb water. So, they retain their form and structure and stored for a considerable period of time. എന്താ പ്രൈമറി കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ ഫോമിൽ നല്ല പ്യുവർ ആയിട്ട് കിട്ടും. വാട്ടറുമായിട്ട് എന്ത് ചെയ്യില്ല, വാട്ടറിനെ അബ്സോർബ് ചെയ്യില്ല. സോ അത് അതിൻ്റെ ഫോമിൽ തന്നെ കുറേ കാലം ഇരിക്കും, നമുക്ക് സ്റ്റോർ ചെയ്യാനും സൂപ്പറാണ്. സോ എക്സാമ്പിളാണ് ഓക്സാലിക് ആസിഡും സോഡിയം കാർബണേറ്റും. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഓക്സാലിക് ആസിഡ് ആണ് മെയിൻ ആൻസർ എപ്പോഴും വരിക, പക്ഷേ ഈയിടെയായി മാറ്റി ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് കെമിക്കൽസ് അടിച്ചിട്ട് ഒരു ലിസ്റ്റ് കിട്ടും. ഐ മീൻ 3-4 എക്സ്ട്രാ കിട്ടും. ആ ഒരു കൂട്ടത്തെ അങ്ങ് പഠിച്ചു വയ്ക്കാം. അപ്പം നിങ്ങൾക്ക് സെക്കൻഡറി സ്റ്റാൻഡേർഡ് കൂടെ പഠിച്ച് കൺഫ്യൂഷൻ ആക്കാൻ ഞാൻ പറയില്ല. പ്രൈമറി സ്റ്റാൻഡേർഡ്സ് എന്തായാലും പഠിച്ചു വെച്ചാൽ അപ്പോൾ അത് ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ അതാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് എടുക്കാം, അതല്ല സെക്കൻഡറിയെ ചോദിക്കുന്നെങ്കിൽ പ്രൈമറി സാധനത്തെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് സെക്കൻഡറി അതിൽ നിന്ന് തപ്പിയെടുക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു കൂട്ടം എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. നിർബന്ധമായിട്ട് മിക്ക എക്സാമിനും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ലാബ് ടെക്നീഷ്യൻ്റെത്. അപ്പോൾ ടെക്സ്റ്റിലുള്ള 2 സാധനം ഏതൊക്കെയാണ്, ഓക്സാലിക് ആസിഡും സോഡിയം കാർബണേറ്റും. അത് പ്രൈമറി സ്റ്റാൻഡേർഡ്സ് ആണ്. അപ്പോൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സിന് എക്സാമ്പിളോ സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ടെക്സ്റ്റിലുള്ളത്. അപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതാണ്, സെക്കൻഡറി സ്റ്റാൻഡേർഡ് കെമിക്കലാണ്. ഇനി സൊല്യൂഷൻസ്, പല ടൈപ്പ് സൊല്യൂഷൻസ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്ന് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, പക്ഷേ ഇപ്പം ഈ ടെക്സ്റ്റിൽ ഈ ഭാഗത്തില്ല, നമുക്ക് നോക്കാം. ദെൻ പെർസെൻറ്റേജ് സൊല്യൂഷൻസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് സൊല്യൂട്ട് എടുക്കുന്നു, സോൾവെൻറ്റിൽ മിക്സ് ചെയ്യുന്നു, സോ നമുക്കൊരു സൊല്യൂഷൻ കിട്ടി. സൊല്യൂഷൻ ഈസ് എ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് സോൾവെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഡിസോൾവ്ഡ് സൊല്യൂട്ട്. പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 100 ml സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം സൊല്യൂട്ട് ഉണ്ട്, അതാണ് നമ്മൾ പെർസെൻറ്റേജ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം പെർസെൻറ്റേജ് ഓൾവേസ് നമ്മൾ 100-ലാണ് പറയുന്നത് അല്ലേ. അപ്പം മോസ്റ്റ് കോമൺലി യൂസ്ഡ് സൊല്യൂഷൻ ടൈപ്പ് ഇൻ എ മെഡിക്കൽ ലബോറട്ടറി ഏതാ, പെർസെൻറ്റേജ് സൊല്യൂഷൻ ആണ്. പെർസെൻറ്റേജ് സൊല്യൂഷൻ കണ്ടെയ്ൻ ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ 100 ml ഓഫ് സൊല്യൂഷൻ. ഇതിൽ വെയിറ്റ് ബൈ വോളിയം പെർസെൻറ്റേജ് സൊല്യൂഷനും ഉണ്ട്, വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് സൊല്യൂഷനും ഉണ്ട്. വെയിറ്റ് ബൈ വോളിയം നമ്മൾ പറയുന്നത് പർട്ടിക്കുലർലി weight of solute is dissolved in a liquid solvent. Volume per unit volume solution is prepared from ലിക്വിഡ്സ്. അതായത് ലിക്വിഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന സൊല്യൂഷനെ നമ്മൾ വോളിയം ബൈ വോളിയം ഇട്ട് പറയും. V/B വോളിയത്തിലല്ലേ പറയാം, ലിക്വിഡ് അല്ലേ. വെയിറ്റ് ബൈ വോളിയം വരുന്നത് നമ്മൾ വെയിറ്റ് എടുത്തിട്ട് നമ്മൾ സൊല്യൂഷൻ ആക്കുമ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, വെയിറ്റ് ഗ്രാമിൽ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയാം, വെയിറ്റ് ബൈ വോളിയം പറയുന്നത്. വോളിയം ബൈ വോളിയം എന്ന് പറഞ്ഞാൽ അതെന്താണ്, സൊല്യൂഷൻ ഓഫ് ലിക്വിഡ്സ് ആണെന്ന് ഓർക്കുക. അതാണ് പെർസെൻറ്റേജ് സൊല്യൂഷൻ. ചുമ്മാ ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. ദെൻ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഒന്നുമില്ല, എന്താ പറയുക, നമ്മൾ കുറച്ച് വെള്ളം എടുത്തു, കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്തു, ഓക്കെ, അത് ഡിസോൾവ് ആയിപ്പോയി. വീണ്ടും ഇച്ചിരിയും കൂടി പഞ്ചസാര ഇട്ടു, ഡിസോൾവ് ആയിപ്പോയി. പിന്നെയും ഇട്ടപ്പോൾ ഉണ്ടടാ അത് ഡിസോൾവ് ആവുന്നില്ല. എന്തേ, നമ്മൾ എടുത്തു വെച്ച് വെള്ളത്തിനകത്ത് ലയിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം പഞ്ചസാര അതിൽ ലയിച്ചു, അത് സാച്ചുറേറ്റഡ് ആയി, ഇനി അതിൽ ലയിക്കില്ല. സോ ആ സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സിംപിളി. ഇനി മോളാർ സൊല്യൂഷൻ ഉണ്ട്, അതായത് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ ഗ്രാം മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട്. അതായത് H2SO4ൻ്റെ മോളിക്കുലാർ വെയിറ്റ് 98 ആണ്. അപ്പോൾ 98 ഗ്രാം ഓഫ് H2SO4, എന്താ H2SO4, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എടുത്തിട്ട് നമ്മൾ 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കി, 1 ലിറ്ററിലാണേ, അപ്പോൾ അത് മോളാർ സൊല്യൂഷനായി. ഇനി നോർമൽ സൊല്യൂഷൻ ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ ഗ്രാം ഇക്വലൻ്റ് വെയിറ്റ്. എന്താണ്, മോളാർ വെയിറ്റിനെ ഇക്വലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണല്ലോ ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്.
അപ്പം സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളാർ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ 98 ഗ്രാം ഓഫ് സൾഫ്യൂരിക് ആസിഡ് എടുത്ത് 1 ലിറ്ററിൽ മിക്സ് ചെയ്യുക. ഇനി ഇതേ സൾഫ്യൂരിക് ആസിഡിൻ്റെ നോർമൽ സൊല്യൂഷനാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഗ്രാം ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് 49 ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വാലൻസി 2 ആണ്. വാലൻസി ഒക്കെ എന്താണെന്നൊക്കെ ഉള്ളത് അറിയാലോ അല്ലേ? ഓക്കെ, അപ്പോൾ 2 ആണ്. ആ 2 കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം എന്തായിരുന്നു? H+OH- അങ്ങനെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ H2SO4 H+ ആണല്ലോ, അപ്പോൾ H2 ആണ്, 2 ഹൈഡ്രജനുണ്ട്. അപ്പോൾ ആ 2 എണ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് പറയും, മോളിക്കുലാർ മാസ് എത്രയാണെന്ന് പറഞ്ഞാൽ 98 ഡിവൈഡഡ് ബൈ വാലൻസി. സൾഫ്യൂരിക് ആസിഡിൻ്റെ വാലൻസി 2 ആണ്. സോ 98/2 = 49. അപ്പോൾ ആ ഗ്രാം ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് എത്രയാണ്? 49. ആ 49 എടുത്ത് 1 ലിറ്ററിലോട്ടാക്കിയാൽ അത് നോർമൽ സൊല്യൂഷനായി. അതല്ല, ആ 98 മോളിക്കുലാർ വെയിറ്റ് 98 സൾഫ്യൂരിക് ആസിഡിൻ്റെ, അതൊക്കെ അറിയാമല്ലോ അല്ലേ? ഓക്കെ, 98 ഗ്രാം എടുത്താണ് 1 ലിറ്റർ ഉണ്ടാക്കിയെങ്കിൽ അത് മോളാർ സൊല്യൂഷൻ. ഗ്രാം ഇക്വലൻ്റ് വെയിറ്റ്, അതായത് മറ്റേ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയ വെയിറ്റ് ആണ് എടുത്ത് 1 ലിറ്ററിലോട്ടാക്കിയെങ്കിൽ അത് നോർമൽ സൊല്യൂഷൻ. ഞാൻ ജസ്റ്റ് സൾഫ്യൂരിക് ആസിഡിൻ്റെ എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. വാലൻസി മോളിക്കുലാർ വെയിറ്റ് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, വാലൻസി 2 കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഞാൻ തെറ്റിച്ച് പറഞ്ഞെങ്കിൽ അറിയാവുന്നവർ ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് കറക്റ്റാണ്. അതായത് നമ്പർ, ഞാൻ പറഞ്ഞില്ലേ വാലൻസി 2 ആണ്, അത് H+OH- മറ്റേ നമ്മൾ റിലീവ് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും കെമിസ്ട്രി പുറകിൽ തെറ്റുണ്ടെങ്കിൽ പറയണമെന്നാണ് പറഞ്ഞല്ല. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. എന്താ, മോളാർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്കുലാർ മാസ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. ഗ്രാം ഇക്വലൻ്റ് വെയിറ്റ് ആണ് ഇനി എടുത്തിട്ട് 1 ലിറ്റർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നോർമൽ സൊല്യൂഷനാണ്. അത്രയേ ഉള്ളൂ. ദെൻ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഈസ് എ സൊല്യൂഷൻ ഹൂസ് കോൺസെൻട്രേഷൻ ഈസ് എക്സാക്ട്ലി നോൺ. നമുക്കറിയാം, നമ്മൾ ലാബിൽ MLT പഠിച്ചവരെ ലാബിൽ ചെന്നിട്ട് അവിടെ ഇരുന്ന് നോക്കുമ്പം ലാബിൽ സ്റ്റാൻഡേർഡുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യും. കളർ റിയാക്ഷൻ എന്താ സ്റ്റാൻഡേർഡ്, എന്താ നമ്മൾ ഓൾറെഡി നോൺ ക്വാണ്ടിറ്റി എടുത്ത് അവിടെ വെച്ചേപ്പോണ്ട് നമുക്കറിയാം അതിൻ്റെ എക്സാക്റ്റ് കോൺസെൻട്രേഷൻ. അതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഈ ഒരു പോയിന്റ് ഒക്കെ വെച്ച് മോളാർ സൊല്യൂഷൻ, നോർമൽ സൊല്യൂഷൻ, N1V1 = N2V2, M1V1 = M2V2 ഒക്കെ ഉപയോഗിച്ച് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. ഇല്ല, എൻ്റെ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. യെസ് കേട്ടോ, ഈ യൂട്യൂബ് ചാനൽ താഴോട്ട് നോക്കിയാൽ മതി. ഞാൻ ഇതിന് മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കാം. ഷോർട്സ് ആയിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ടപ്പോഴും. ഓക്കെ, എന്താണ് അസേ? ഈസ് ദ ടേം റെഫേർഡ് ടു ദ അനലിറ്റിക് പ്രൊസീജിയർ. അല്ലെ, നമ്മൾ നമുക്കറിയാം ഒരു പ്രൊസീജിയറാണ്, ഒരു അനലിറ്റിക് പ്രൊസീജിയറാണ് ഇൻ എ ലബോറട്ടറി ഫോർ ക്വാളിറ്റേറ്റീവ്ലി അസസിങ് ഓർ ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷറിംഗ് ദ പ്രസൻസ് ഓർ എമൗണ്ട് ഓർ ദ ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് ആൻ അനലൈറ്റ്. അല്ലേ, ക്വാളിറ്റേറ്റീവ് അനാലിസിസും ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസും ഉണ്ട്. അതായത് പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ചെയ്യും. ക്വാണ്ടിറ്റേറ്റീവ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര എമൗണ്ട് ഉണ്ടെന്നൊക്കെ അറിയാൻ നോക്കും. ഫങ്ഷണൽ ആക്ടിവിറ്റി ഓഫ് അനലൈറ്റ്, ഇതെല്ലാം പല ടൈപ്പ് അസേസും നമ്മുടെ ലാബിലുണ്ട്. When an analyte is detected using a chemical reaction, there are 2 options for assessing its concentration. One is to wait until the reaction is complete and the total amount of analyte is converted to product, called an endpoint reaction. The other is to measure the rate of change in product formed over time, called kinetic or rate reaction. ഒന്നുകിൽ കൈനറ്റിക് അസേ അല്ലെങ്കിൽ എൻ പോയിന്റ് അസേ. എൻ പോയിന്റ് അസേ എന്ന് വെച്ചാൽ മൊത്തം റിയാക്ഷൻ കഴിഞ്ഞ് ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പ്രോഡക്റ്റായിട്ട് മാറി, റിയാക്റ്റൻസ് എല്ലാം പ്രോഡക്റ്റായിട്ട് മാറി, നമ്മളവിടെ വരെയും കാത്തിരുന്നു. അത് എൻ പോയിന്റ് അസേ. കൈനറ്റിക് അസേ എന്ന് വെച്ചാൽ ആ ഒരു റേറ്റ് ഓഫ് ഫോർമേഷൻ വെച്ച് നമ്മൾ അസസ് ചെയ്യും. അതാണ് കൈനറ്റിക് അല്ലെങ്കിൽ റേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എൻ പോയിന്റ് അസേ. Endpoint reactions are especially suitable for chemical reaction which are completed in a relatively short time. അത് അവസാനിക്കുന്നതിന് വരെ കാത്ത് നിന്നാൽ മതി, വളരെ ഷോർട്ട് ടൈം കൊണ്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. അത്തരം റിയാക്ഷനൊക്കെയാണ് നമ്മൾ എൻ പോയിന്റ് അസേയിൽ പറയുന്നത്. ആൻഡ് ദേ പ്രൊഡ്യൂസ് 1 പ്രോഡക്റ്റ് ഫോർ ഈച്ച് മോളിക്യൂൾ ഓഫ് അനലൈറ്റ്. ഫോർ എക്സാമ്പിൾ, a reaction of albumin with the dibromocresol green produces a colored complex. If the reaction is allowed to continue until all the albumin present in solution has reacted and the maximum amount of colored product has formed, the color at the end of the reaction reflects the total amount of albumin as the albumin dicomplex. എന്താ പറഞ്ഞേ, ആൽബുമിന് BCG ഉണ്ടല്ലോ, ബ്രോമോക്രസോൾ ഗ്രീൻ, ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ആൽബുമിൻ എടുത്തോ അത്രയും ആൽബുമിനും BCG ആയിട്ട് റിയാക്ട് ചെയ്ത് അത്രയും കളർ ഉണ്ടാക്കും. അതായത് കുറച്ച് ആൽബുമിനെ ഉള്ളെങ്കിൽ ചെറിയൊരു ഗ്രീൻ കളർ എന്നല്ലേ പറഞ്ഞേ, കളേർഡ് കോംപ്ലക്സ്, എനിക്ക് ഓർമ്മയില്ല, കളേർഡ് കോംപ്ലക്സ് ഉണ്ടാക്കും. ബ്രോമോക്രസോൾ ഗ്രീൻ എന്ന് കേട്ടപ്പോൾ ഞാൻ ഗ്രീൻ എന്നങ്ങ് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല കൃത്യം ഏത് കളറാണ് ഫോം ചെയ്യുന്നതെന്നുള്ളത്. എനിവേ ആൽബുമിനും BCGയും കൂടെ ചേർന്നൊരു കളർ ഉണ്ടാക്കും. ആ കളർ എന്ത് ചെയ്യും, എത്ര ആൽബുമിനുണ്ടോ അത്രയും ഇൻറ്റൻസ് കളർ അവിടെ ഉണ്ടാക്കും. സോ നമുക്ക് എത്രത്തോളം ആൽബുമിൻ ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു എൻ പോയിന്റ് അസേ എന്ന് പറയുന്നത് അതാണ്. അത്രയും കളർ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻറ്റൻസിറ്റി ഓഫ് ദ കളർ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ?
ദെൻ കൈനറ്റിക് അസേ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എൻസൈം ആക്ടിവിറ്റി ആണ് നോക്കുന്നത്. അത് ഓർത്തിരിക്കുക കേട്ടോ. എൻസൈം എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് അസേ ആണ്. ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി ഡിറ്റർമിൻഡ് ബൈ എ റേറ്റ് റിയാക്ഷൻ റാദർ ദാൻ ആൻ എൻഡ് പോയിന്റ് റിയാക്ഷൻ. In such cases, determination of the enzyme concentration is based on how fast a fixed amount of substrate is converted to product. അതായത് ഈ ഇന്ന എൻസൈം ഉണ്ടെങ്കിൽ എൻസൈമിൻ്റെ പരിപാടി എന്താ, ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കുന്നു അല്ലേ. അപ്പം ഇത്ര എമൗണ്ട് സബ്സ്ട്രേറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം എത്രത്തോളം എൻസൈം അവിടെ ഉണ്ടോ അത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആ സബ്സ്ട്രേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അതാണ് അവിടെ നോക്കുന്നത്. The more enzyme present, the faster the conversion. Example of enzymes that are often measured in the clinical laboratory include SGPT, an enzyme measured in liver disease. SGPT ഒക്കെ എക്സാമ്പിൾ ഫോർ ദിസ് എന്താണ് കൈനറ്റിക് അസേ ആണ് അതിൻ്റെ എസ്റ്റിമേഷൻ. കൈനറ്റിക് അസേ മേ ഓൾസോ ബി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് അനലൈറ്റ് ദാറ്റ് ആർ നോട്ട് എൻസൈം. ചേടാ അപ്പോൾ എൻസൈം അല്ലാത്ത സാധനത്തിന് കൈനറ്റിക് അസേ ഉപയോഗിക്കുന്നില്ലേ? ഉണ്ട്. അമോണിയ ആണ് മറ്റൊരു എക്സാമ്പിൾ. If a reaction is very slow to reach an end point, a rate method may be more practical in order to obtain a result in a shorter time frame. അതായത് ഇച്ചിരി സമയം എടുക്കും ആ ഒരു റിയാക്ഷൻ. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കേട്ടോ. എക്സാമ്പിളാണ് അമോണിയ, എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റാബോളിസം. അപ്പോൾ അത് ഇച്ചിരി സമയം എടുത്ത് ഉണ്ടാവുന്നതാണ്. പെട്ടെന്നൊന്നും നമുക്ക് ആ ഒരു ഇതിൻ്റെ എൻഡ് പോയിൻ്റ് അസേ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എൻസൈം അല്ലാത്ത മറ്റൊരു സാധനം ഏതാണ്? അമോണിയ. ഓർത്തിരിക്കുക. ദെൻ കോമൺ സ്പെസിമെൻസ് യൂസ്ഡ് ഇൻ എ ക്ലിനിക്കൽ ലബോറട്ടറി. ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. ബ്ലഡ്, യൂറിൻ, സലൈവ, CSF, അമ്നിയോട്ടിക് ഫ്ലൂയിഡ്, സൈനോവിയൽ ഫ്ലൂയിഡ്, പ്ലൂറൽ ഫ്ലൂയിഡ്, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് ആൻഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഇനി പറഞ്ഞോ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എവിടെയാണ് വരുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് യെസ് നമ്മുടെ ഫീറ്റസിന് ചുറ്റും, നമ്മുടെ ബേബി അല്ലേ, യെസ് പ്രഗ്നൻസിയുടെ ടൈമിൽ കുഞ്ഞിന് ചുറ്റും ഉണ്ടാകുന്ന നമ്മുടെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വാക്ക് തന്നെ മറന്നുപോയോ, മൈ ഗോഡ്. ഓക്കെ, സൈനോവിയൽ ഫ്ലൂയിഡ് വരുന്നത് ജോയിൻസ്, പ്ലൂറൽ ഫ്ലൂയിഡ് ലങ്സിന് ചുറ്റും, പെരിറ്റോണിയൽ ഫ്ലൂയിഡ് സ്റ്റൊമക്കിന് ചുറ്റും, പെരികാർഡിയൽ ഹാർട്ടിന് ചുറ്റും. ഇതൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദീസ് ഫ്ലൂയിഡ്സ് ഓഫൻ, എനിക്ക് തെറ്റെങ്കിൽ നിങ്ങൾ തിരുത്തിക്കോ. ദീസ് ഫ്ലൂയിഡ്സ് ഓഫൻ കണ്ടെയ്ൻസ് ദ സെയിം അനലൈറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സച്ച് ആസ് ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ബട്ട് ഡിഫർ ഗ്രേറ്റ്ലി ഫ്രം ഈച്ച് അതർ ഇൻ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അല്ലേ, നമ്മൾ നേരത്തെയും പറഞ്ഞു, നമ്മൾ CSFൻ്റെ കാര്യം പറഞ്ഞു, അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. ഏതായിരുന്നു? കമൻറ്റ് ചെയ്തോ. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ടാണ്. അപ്പം ഇതിനകത്തൊക്കെ ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാണ്ട് അളവിലൊക്കെ വ്യത്യാസമുണ്ട് അല്ലേ. അതുപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടീസിലും വ്യത്യാസമുണ്ട്. ഓരോന്നിലും ഉള്ള അളവ് കാര്യങ്ങളൊക്കെ വ്യത്യാസമാണ്. അപ്പം അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാ സാമ്പിളുകളും എന്ത് ചെയ്യും? മെയിനായിട്ടും ബയോകെമിസ്ട്രി ലാബിലോട്ട് വരാറുണ്ട്. Okay, blood is the most commonly used specimen for testing in the clinical laboratory. Serum or plasma. നമ്മൾ കണ്ടിട്ട് ലാബിൽ നിൽക്കുന്നവർക്കറിയാം, സെറം അല്ലെങ്കിൽ പ്ലാസ്മ എടുത്തിട്ടാണ് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്താറ്. യൂറിൻ ഈസ് അനദർ ഫ്ലൂയിഡ് കോമൺലി യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് ഇൻ ക്ലിനിക്കൽ കെമിസ്ട്രി ലബോറട്ടറീസ്. എന്തിനായിരിക്കും? യൂറിയ, ക്രിയാറ്റിൻ പോലെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ മെയിൻ സാമ്പിളേ യൂറിൻ ആണ് അല്ലേ. ഓക്കെ, ദെൻ HCG അത് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. സംടൈംസ് ബോത്ത് സെറം ആൻഡ് യൂറിൻ കോൺസെൻട്രേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് ആർ യൂസ്ഫുൾ ടു നോ ഇൻ ഓർഡർ ടു ഇവാലുവേറ്റ് ഹൗ വെൽ ദ അനലൈറ്റ് ഈസ് ബീങ് എക്സ്ക്രീറ്റഡ്. ബ്ലഡ് നോക്കുന്നത് നന്നായിരിക്കും. ഒരേ സാധനത്തിന് തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് യൂറിൻ ക്രിയാറ്റിൻ നോക്കാറുണ്ട് അല്ലേ, യൂറിൻ ക്രിയാറ്റിൻ നോക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. Then fluids other than blood and urine like amniotic fluid, synovial fluid, peritoneal fluid, pleural fluid and pericardial fluid are used in limited clinical settings and are tested for only a few special analyte. ജസ്റ്റ് അതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സെറ്റിങ്സിൽ എന്ത് ചെയ്യും? നമ്മളത് സ്പെഷ്യൽ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കാര്യമൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ക്ലീനിങ് ഓഫ് ഗ്ലാസ്വെയർ ഫോർ ബയോകെമിക്കൽ അനാലിസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം റിവിഷൻ ആ ഒരു സ്ലൈഡിലും ആ ഒരു എന്താ പറയുക വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണം. യൂസ്ഡ് ഗ്ലാസ്വെയർ ഷുഡ് ബി വാഷ്ഡ് വിത്ത് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. സോക്ക് ഇൻ മൈൽഡ് ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ, വാഷ് ഇൻ റണ്ണിങ് ടാപ്പ് വാട്ടർ ആൻഡ് ഡിസ്റ്റിൽഡ് അല്ലെങ്കിൽ ഡെയണൈസ്ഡ് വാട്ടർ വെച്ച് കഴുകുക, ഡ്രൈ ചെയ്യുക. ഇഫ് ലാബ്വെയർ ഈസ് നോട്ട് ക്ലീൻഡ് ഇമ്മീഡിയറ്റ്ലി it may become impossible to remove the residues. Such glassware should be soaked in water or special cleaning solution. ഏതാണ് സ്പെഷ്യൽ ഗ്ലാസ്വെയർ ക്ലീനിങ് സൊല്യൂഷൻ? ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് എന്തുമായിരുന്നു? ഓർമ്മയുണ്ടോ? ഏത് ആസിഡായിരുന്നു? അതും ഓർക്കുക. കമൻറ്റ് ചെയ്തോ. ഞാൻ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലും പറഞ്ഞതാണ്. ഓക്കെ, മോസ്റ്റ് new glassware are slightly alkaline in reaction. New glassware should also be soaked in several hours in an acid water. ഏതാണ്? 1% solution of hydrochloric or nitric acid. ഓർത്തോണേ, ന്യൂ ഗ്ലാസ്വെയർ ആൽക്കലൈൻ ആണ് നേച്ചർ. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ആൽക്കലൈൻ നേച്ചർ ആയതുകൊണ്ട് 1% സോഡിയം
സോഡിയം അല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡിൽ സോക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഓവർനൈറ്റ് സോക്കിങ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. പിപ്പറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ വെർട്ടിക്കൽ പൊസിഷൻ വിത്ത് ദ ടിപ്പ് അപ്പ് ഇൻ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ. എ പാഡ് ഓഫ് ഗ്ലാസ് വൂൾ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ജാർ ടു പ്രിവെൻറ്റ് ബ്രേക്കേജ്. അതായത് ഈ പിപ്പറ്റൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അതിങ്ങനെ എന്ത് ചെയ്യുക, എങ്ങനെ വെക്കുക, വെർട്ടിക്കൽ പൊസിഷൻ വിത്ത് ദ ടിപ്സ് അപ്പ് ഇൻ ദ ജാർ ഓഫ് ക്ലീനിങ് സൊല്യൂഷൻ. അത്രയേ ഉള്ളൂ. മുളി വരുന്നിടം വരെ മീൻസ് അത്രയും ആ ഒരു ഇതിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറേ മണിക്കൂർ ഇങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം ടിപ്പ് ഡ്രെയിൻ ചെയ്തിട്ട് റണ്ണിങ് ടാപ്പ് വാട്ടറിൽ കഴുകിയിട്ട് എന്ത് ചെയ്യുക, റിൻസ് ചെയ്യുക ഡിസ്റ്റിൽഡ് വാട്ടറിൽ. അതുപോലെ ഹോട്ട് എയർ ഓവനിൽ 110 ഡിഗ്രി സെൽഷ്യസിൽ അത് എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്തെടുക്കുക 110 ഡിഗ്രി സെൽഷ്യസ്. ദെൻ മോസ്റ്റ് ലബോറട്ടറീസ് ദാറ്റ് യൂസ് ലാർജ് നമ്പേഴ്സ് ഓഫ് pipettes daily use a convenient automatic pipette washer. ഇതൊക്കെ വായിച്ചു വിട്ടാൽ മതിയെ, കാര്യമൊന്നുമില്ലേ. These devices are made of metal or polyethylene, can be connected directly to hot and cold water supplies. Polyethylene basket and jars may be used for soaking and rinsing pipettes in chromic acid cleaning solution. കാര്യമൊന്നുമില്ല. It is important that the neck of volumetric flask above the graduation mark be clean, because when solution are diluted in the flask, drops of water may adhere to the unclean wall and may invalidate the measurement of volume. എന്തു പറഞ്ഞേ, ഈ ഗ്ലാസ് വെയർ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകണം. വോളിയോമെട്രിക് ഫ്ലാസ്ക് ഒക്കെ ആണെങ്കിൽ ആ ഗ്രാജുവേഷൻ മാർക്കിൻ്റെ മുകളിൽ വരെയും നല്ല വൃത്തിയായിട്ട് കഴുകണം. കാരണം എന്തെങ്കിലും ഒരു അൺക്ലീൻ ആയിട്ടുള്ള സർഫസ് ആണ് ഈ ജാറിൻ്റെതെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സാധനങ്ങളും ആ ഇവിടെ ഇരിക്കുന്ന അഴുകും കൂടെ ഒക്കെ ചേർന്ന് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടൂല എന്ന് മനസ്സിലായോ. മറ്റേതെന്താ പറഞ്ഞേ, ഓട്ടോമാറ്റിക് വാഷറൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ സപ്ലൈസിലോട്ട് കൊടുക്കാൻ പറ്റും. ഈ ഡിവൈസ് മെറ്റലോ അല്ലെങ്കിൽ പോളിയെത്തിലിൻ എന്ന് വെച്ചാൽ പോളിയെത്തിലിൻ അല്ലേ, പോളിയെത്തിലിൻ അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ വരാം. ഇതൊക്കെ എന്താ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ പോളിയെത്തിലിൻ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ജാറൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ക്രോമിക് ആസിഡ് ക്ലീനിങ് സൊല്യൂഷനൊക്കെ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലിതുണ്ടാവും. ഇത് മെറ്റലായിരിക്കും അല്ലെങ്കിൽ പോളിയെത്തിലിൻ ആയിരിക്കും. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അതിനകത്തൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഒന്നുമില്ല. ആകെ ഇത്രയേ ഉള്ളൂ. ക്ലീനിങ് സൊല്യൂഷൻ, ക്രോമിക് ആസിഡ്, അതിൻ്റെ കണ്ടൻറ്റ്, പിന്നെ ഏതാണ് ഐറ്റം, നമ്മുടെ എന്താണ് ന്യൂ ഗ്ലാസ് വെയർ, അതന്നെ. ഓക്കെ, ന്യൂ ഗ്ലാസ് വെയർ അതെങ്ങനെ ക്ലീൻ ചെയ്യാം, ഇതൊക്കെയാണ് ക്ലീനിങ് എന്ന് ചോദിക്കുക, കോമൺ ആയിട്ടുള്ള ക്വസ്റ്റൻ. ബാക്കിയൊക്കെ ഞാൻ ഈ ടെക്സ്റ്റിലുള്ളത് അങ്ങ് വായിച്ച് വിട്ടുന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും മതി. നമുക്ക് ഇനി ഇൻസ്ട്രുമെൻസിലോട്ട് അടുത്ത ക്ലാസ്സിൽ പോകാതെ. ഇവിടെയൊക്കെ നല്ല മഴയാണ്, അവിടെയൊക്കെ നല്ല മഴയുണ്ടോ? ഒന്നുമില്ല, പഠിക്കുക, നിങ്ങളൊക്കെ പഠിക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടുന്ന സാധനങ്ങൾ മാത്രമേ ആക്ച്വലി നോക്കാൻ തന്നെ സമയം കിട്ടുന്നുള്ളൂ. ഓക്കെ, ആരൊക്കെയോ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റഡായിട്ട് ഇടുന്നത്. ഏതായാലും കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആർക്കെങ്കിലും ഒക്കെ അയച്ചു കൊടുക്കാൻ. കാണട്ടെ, നല്ല ഹെവി മഴ പെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, താങ്ക് യു. സി യു ഇൻ ദ നെക്സ്റ്റ് സെഷൻ.